ആന്തൂറിയംസ് ഇപ്പോൾ മിനിയേച്ചർ വേർഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അത് ഭയങ്കര ട്രെൻഡിങ്ങും ആണിപ്പോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും അതെങ്ങനെ പോർട്ട് ചെയ്യുക അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വെൽക്കം ടു ദേജാവു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുള്ള, ഇപ്പോഴല്ല കുറേ നാളായി മേടിച്ചിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റിനെ റീപോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ പ്ലാന്റ് ഒരു വല്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പം ഒരു 2 വീക്സൊക്കെ കഴിയുമ്പോൾ അത് നശിച്ചു പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് തൊണ്ടിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരിക്കട്ട, ചാർക്കോൾ, പിന്നെ നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചുടുകല്ലിൻ്റെ കഷ്ണങ്ങളോ പീസസ് നമുക്ക് എടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ആന്തൂറിയംസ് നമ്മൾ വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടിലായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഒരു പോട്ടിൽ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു മഴ വീണിട്ട് ഓവർ വാട്ടറിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണിതുള്ളത്. റൂട്ട്സൊക്കെ നല്ല രീതിയിൽ നനഞ്ഞ് ഇരിക്കുകയാണ്. അതായത് ചെയ്യാൻ തുടങ്ങിയ ഒരു സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് റീപോർട്ട് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ 2 പ്ലാന്റ് ഉണ്ട്. വേണമെങ്കിൽ ഇത് 2 പോട്ടിലായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 ഡിഫറെൻറ്റ് പ്ലാന്റ് ആയിട്ട് കിട്ടുമല്ലോ, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഇതിന്ന് തന്നെ വീണ്ടും ബേബി പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വന്ന് പോട്ട് ഫില്ലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലുള്ള ആ ഒരു സോയിലൊക്കെ മാറ്റി, എന്താ പറയുക, മുന്നേ ഉണ്ടായിരുന്ന ആ കരിയും സാധനങ്ങളൊക്കെ മാറ്റി കുറച്ച് ഫ്രഷ് ആയിട്ട് എടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കാണുന്ന ഫുൾ റൂട്ട്സും അങ്ങനെ തന്നെ വേണ്ട കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ആ ഒരു ചുറ്റി നിൽക്കുന്ന റൂട്ട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ ആ ഒരു മെയിൻ റൂട്ട് മാത്രം മതി. ഈ കാണുന്ന ബ്രാഞ്ചസ് ഒന്നും നമുക്ക് വേണ്ട. അത് കട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാര്യം അതിലെന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ മെയിനായിട്ടും റീപോർട്ട് ചെയ്യുക എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വെച്ചാലായിരിക്കും പ്ലാന്റിന് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. പിന്നെ ഒരുപാട് റൂട്ട് വെച്ചിട്ട് വെക്കുമ്പോൾ പ്ലാന്റ് ഇങ്ങനെ ചരിഞ്ഞിരിക്കാനും ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2 സെയിം സൈസിലുള്ളൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഡിഫറെൻറ്റ് പോട്ടിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് ഫസ്റ്റ് ഈ ഒരു ബ്രിക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ അതും വെച്ച് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള ഈ തൊണ്ടിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ചെറുതായിട്ട് മുറിച്ചിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഞാനിങ്ങനെ 2ആയിട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും എടുക്കാറുള്ള പോലെ സോയില്, കോക്കോ പീറ്റ്, പിന്നെ ചാണകപ്പൊടി, ഇത് 3ൻ്റെയും കൂടെ മിക്സറാണ് എടുത്തിട്ടുള്ള ഈ ഒരു സോയില്. പിന്നെ അതിൻ്റെ മിഡിൽ പോർഷനിലോട്ട് കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് ചാർക്കോളും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് വെക്കാം. വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ടൈറ്റാക്കി വെക്കുക. ഫസ്റ്റിൽ തന്നെ നല്ല സ്റ്റേണാക്കി വെക്കുക. സൈഡിലോട്ടൊക്കെ ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്ന് വളരാൻ തുടങ്ങും. അപ്പോൾ വെക്കുമ്പോൾ തന്നെ നല്ല ഫേമാക്കി ടൈറ്റാക്കി വെക്കാം. പിന്നെ നമ്മൾ എപ്പോഴും കുറച്ചധികം സോയിൽ ഇട്ട് കൊടുക്കുക. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിക്സും പിന്നെ ആ ഒരു കരിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ വോയിഡ്സ് ഉണ്ടാകും, ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വാട്ടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ സോയിലൊക്കെ അതിൻ്റെ ഇടയ്ക്കോട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങുമ്പോൾ മേൽഭാഗത്ത് മണ്ണ് കുറയാൻ തുടങ്ങും. അതുകൊണ്ട് ആന്തൂറിയംസൊക്കെ അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഇടുന്ന എന്ത് പോട്ട് ചെയ്താലും നമ്മൾ കുറച്ച് എക്സ്ട്രാ മണ്ണിട്ട് കൊടുക്കുക. അത് കുറച്ച് നമ്മൾ വാട്ടർ ചെയ്ത് വരുമ്പോഴത്തേനും അത് കറക്റ്റായിക്കോളും. പിന്നെ അതിൻ്റെ നമുക്ക് ഈ ഒരു സർഫസിൽ നമുക്കിതുപോലെ ഈ കരിയും ഈ ഇതിൻ്റെ ബ്രിക്സിൻ്റെ ചെറിയ പീസസും കൂടി നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ പോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ വാട്ടറിങ് എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ വാട്ടർ ചെയ്യാതിരിക്കുക. എപ്പോഴും ഒരു ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ നമുക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിൽ അത്യാവശ്യം ലീവ്സൊക്കെ ഒരുവിധം ഡാമേജ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോയുടെ ലാസ്റ്റ്. എന്തൊക്കെ ഡാമേജസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ വരിക, എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലീവ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ ഏകദേശം ഒരു ഫ്രഷ് പ്ലാന്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോസ്ഫറസ് ഉള്ള ഫെർട്ടിലൈസേഴ്സാണ് നമുക്കിതിന് കൊടുക്കാനായിട്ട് നല്ലത്.
അപ്പോൾ വാട്ടറിങ് ഒക്കെ നമ്മൾ സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം നനയ്ക്കുക. മഴയുള്ള ദിവസങ്ങളിൽ ഒട്ടും തന്നെ നനച്ചു കൊടുക്കാതിരിക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലുള്ള കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യെല്ലോ ലീവ്സ് ആണ്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ യെല്ലോ ലീവ്സ് അല്ലെങ്കിൽ ആ ഗ്രീൻ കളർ നഷ്ടപ്പെടുന്നത് വെച്ചാൽ മെയിനായിട്ട് ഇത് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ വാട്ടറിങ് തന്നെയാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തത് ബേൺഡ് ലീവ്സ് ആണ്, അല്ലെങ്കിൽ ബ്രൗൺ കളേർഡ് ലീവ്സ് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ആന്തൂറിയം നല്ല സൺലൈറ്റ് വേണം, എന്നാൽ മാത്രമാണ് നല്ലതായിട്ട് പൂക്കളുണ്ടാവുക. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂക്കൾ ഗ്രീൻ കളർ ആവുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഓവറായിട്ട് ഫോഴ്സ് ചെയ്ത് അതിനെ ഫ്ലവർ ചെയ്യിക്കുക, ഇല്ലെങ്കിൽ ഏജിങ് ഒരുപാട് നാളായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.